അനീഷ 10 ലക്ഷം രൂപ ഡിസർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരന് നല്ല എമൗണ്ട് PR കൊടുത്തിട്ടുണ്ടാ. ഇനിയിപ്പോ എന്തായാലും PRന് ചെലവാക്കിയതിൽ കുറച്ച് പൈസയിലും പുള്ളിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് ഓർത്ത് പുള്ളിക്ക് സമാധാനിക്കാം. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഹോട്ട് ന്യൂസ് വന്നിരിക്കുകയാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കുന്നെന്ന്. അതിപ്പോ എന്തിനാണോ 10 ലക്ഷം രൂപ കൊടുക്കുന്നത്? അതിന്റെ കൂടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളിപ്പോ എല്ലാരും പോലെ സാധാരണക്കാരനാണ്, അതുകൊണ്ടാണ് 10,000 രൂപ കൊടുക്കണം, 10 ലക്ഷം രൂപ കൊടുക്കണേന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ അനീഷ് ഒരു സാധാരണക്കാരനല്ല. പുള്ളിക്കാരൻ ഒരു ന്യൂസ് റീഡർ എന്തുവായിരുന്നു തൃശ്ശൂര്, ലക്ഷ്മി നക്ഷത്രയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഓതറാണ്, പുസ്തകങ്ങളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധാരണക്കാരൻ എന്ന് വിളിക്കാൻ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഇതിനു മുന്നേ ഉള്ള സീസണുകളിൽ അല്ലെങ്കിൽ നെവിനൊക്കെ അതുപോലെ എന്തോ ഒരു ആൾക്കാർ എന്തോ സാധാരണക്കാരെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, എന്തോ ഒരു സാധാരണക്കാരുണ്ട്. ശരിക്കും അനീഷ് ഒരു കോമൺറേ അല്ല. പക്ഷെ അപ്പൊ എന്തിനായിരുന്നു ചേച്ചി എന്നാ തോന്നുന്നതിനെ കുറിച്ചിട്ട്? അപ്പൊ നമ്മുടെ അനീഷിന് കോൺഫിഡന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റോഹിത് ഷാനിന് 10 ലക്ഷം രൂപ കൊടുത്തതാണ് നിന്റെ പ്രശ്നം. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അനുമോൾ ഓൾവേസ് സെലിബ്രിറ്റിയാണ്. പുള്ളിക്കാരി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഫാൻ ബേസ് പുറത്തുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു അനുമോള് ബിഗ് ബോസ് വിന്നർ ആയതിൽ അത്ഭുതമൊന്നുമില്ല. വോട്ടിങ്ങിൽ തന്നെ ആയിരിക്കാം. ഞാൻ PR ബലമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ അനീഷ് പുള്ളിക്കാരനെ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ബിഗ് ബോസിൽ ചെന്നതിന് ശേഷമാണ്. എനിക്കതിനകത്ത് വലിയ അഭിപ്രായം തോന്നുന്നില്ല. കാരണം ഇന്നലെ വരെ മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് വരെ വളരെ ഘോരം ഇരുന്നിട്ട് ഭയങ്കര എതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പിനൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് തന്നെ ഞാൻ എന്നെ കാണുന്നത്. അല്ല ഡിസർവിംഗ് ആയിട്ട് അനീഷ 10 ലക്ഷം രൂപ ഡിസർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാരനായ പുള്ളി അത്രയും കണ്ടസ്റ്റന്റ്സ്, ഒരുപാട് സെലിബ്രിറ്റീസ് അതിന്റെ അകത്ത് വേറെയുണ്ട് അല്ലെ. അവരെയൊക്കെ കടത്തി വെട്ടി ഫസ്റ്റ് റണ്ണറപ്പ് ആയില്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ 10 ലക്ഷം രൂപ കൊടുത്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചുമ്മാ ഓരോ മാർക്കറ്റിംഗ് സ്റ്റണ്ടുകൾ, അത്ര ഞാൻ കൂട്ടുന്നുള്ളൂ. കാരണം പുള്ളിക്കാരന് നല്ല എമൗണ്ട് PR കൊടുത്തിട്ടുണ്ടാ. ഇനിയിപ്പോ എന്തായാലും PRന് ചെലവാക്കിയതിൽ കുറച്ച് പൈസയിലും പുള്ളിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് ഓർത്ത് പുള്ളിക്ക് സമാധാനിക്കാം. അത്ര എനിക്ക് പറയാനുള്ള ഈ കേസിൽ. പുള്ളിയുടെ ഫുൾ ഗെയിം സ്ട്രാറ്റജിയാണ്, അഭിനയമാണ്, നാടകമാണ്. പുള്ളി PR കൊടുത്തു, അതാണ് ഇതാണ്. ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഒരു ഗെയിം തന്നെയല്ലേ. അവിടെ ചെന്ന് ആളുകൾ ഗെയിം കളിക്കാനാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് പല രീതിയിലുള്ള ഗെയിമുകൾ ആളുകൾ കളിക്കും അല്ലെ. സോ അതെല്ലാം ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കാണുന്നതാണ് എനിക്ക് താല്പര്യം. എനിക്ക് ഇതിനകത്ത് വല്ല അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഇത് ശരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ടോ? ഇവ 10 ലക്ഷം കിട്ടണേന്നല്ല, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് ലൈക്ക് സാധാരണക്കാരനായ എന്നെ പോലെ സാധാരണക്കാരനായോണ്ട് ഞാൻ കൊടുക്കണേന്നൊക്കെ. അപ്പം ശരിക്കും അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് വിജയ് അനുമോളാന്ന് ഇത് ചെയ്തിട്ടില്ലേ? അതോ ആൾക്കാരുടെ ഇടയിൽ ഇച്ചിരി പബ്ലിസിറ്റി അനീഷിനുള്ളതുകൊണ്ട് ജസ്റ്റ് അങ്ങ് കൊടുക്കാന്നുള്ള തീരുമാനമാണ്? വാട്ടവർ, എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. എനിവേ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.